ഹായ് ഫ്രണ്ട്സ്, ജേക്കോബിസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറ്റിക്കുരുമുളക് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. കുറ്റിക്കുരുമുളക് സാധാരണയായി രണ്ട് വിധമാണുള്ളത്. ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തതും അല്ലാതെ മറ്റൊന്ന് വേര് പിടിപ്പിച്ച് ഉണ്ടാക്കുന്നതുമായ കുറ്റിക്കുരുമുളകാണ്. ഇന്ന് നമ്മുടെ വീഡിയോ കുറ്റിക്കുരുമുളക് തിപ്പലിയിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടത് ഒരു കട്ടറാണ്. കട്ടർ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാഫ്റ്റിംഗ് ബ്ലേഡാണ്. സ്റ്റെയിൻലെസ്സിൻ്റെ ഒരു ഗ്രാഫ്റ്റിംഗ് ബ്ലേഡാണിത്. പിന്നെ നമുക്ക് വേണ്ടത് സ്പിരിറ്റാണ്. കൈയും നമ്മുടെ ടൂൾസൊക്കെയും ക്ലീൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായ സ്പിരിറ്റ്. അത് നമുക്ക് ഫാർമസി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടി ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. ഇത് ഓൺലൈനിൽ നിന്നും നമുക്ക് വാങ്ങുവാനായിട്ട് ലഭിക്കും. അടുത്തതായി നമ്മൾ റൂട്ട് സ്റ്റോക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്രസീലിയൻ തിപ്പിലി എന്ന കാട്ടുചെടിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പർ കൊളുബ്രീനം എന്നാണ്. അടുത്തത് നമ്മൾ ഒട്ടിച്ച് ചേർക്കുവാനുള്ള സയോൺ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പന്നിയൂർ 2-ൻ്റെ ഒരു നല്ല ശാഖയാണ്. ഇതിന് ധാരാളം ഫലം ഉണ്ടാകുന്ന ഒരു കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ശാഖ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതേപോലെ സൈഡ് വശങ്ങളിലേക്ക് പോയിരിക്കുന്ന ഒരു ശാഖ എടുക്കുന്നതാണ് ഉത്തമം. നമുക്ക് അത് കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ സയോണായി തിരഞ്ഞെടുത്ത ശാഖയിലെ ഇലകളൊക്കെയും പകുതി മുറിച്ച് കളഞ്ഞ് ഒഴിവാക്കേണ്ടതാണ്. സ്പിരിറ്റ് ഉപയോഗിച്ച് കൈകളും ടൂൾസും വൃത്തിയാക്കിയ ശേഷം നമ്മളെടുത്തിരിക്കുന്ന ശാഖയിലെ കട്ടിങ് എഡ്ജ് നമ്മളൊരു ആപ്പ് പോലെ രണ്ട് സൈഡും ചെത്തി എടുക്കേണ്ടതാണ്. ചെത്തുമ്പോൾ അത് ചതഞ്ഞു പോകാതെ ഭംഗിയായി ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ചെത്തിയ ഭാഗത്തെ കൈകൊണ്ട് തൊടുകയും അരുത്. തുടർന്ന് നാം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന റൂട്ട് സ്റ്റോക്കായ ബ്രസീലിയൻ തിപ്പലിയുടെ കട്ട് ചെയ്യേണ്ട ഭാഗം വൃത്തിയാക്കിയ ശേഷം ഒരു കട്ടർ ഉപയോഗിച്ച് ആ ഭാഗം മുറിച്ച് മാറ്റുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുറിച്ച ഭാഗം ചതയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചതഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് അവിടെ ചതയാതെ മുറിച്ച് മാറ്റിയ ശേഷം അതിൽ നടുവെ ഒരു പിളർപ്പ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ സയോൺ ഇറങ്ങി വരത്തക്കവണ്ണം ഒരു നടുവെ ഒരു പിളർപ്പുണ്ടാക്കി എടുക്കേണ്ടതാണ്. ആ പിളർപ്പിലേക്ക് നമ്മുടെ അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ പിളർപ്പിലേക്ക് നമ്മുടെ സയോണ് കൈ തൊടാതെ അതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡെങ്കിലും ലെവലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സൈഡെങ്കിലും ലെവൽ ചെയ്താൽ മാത്രമേ ഗ്രാഫ്റ്റിംഗ് വിജയിക്കുകയുള്ളൂ. ഇത് ആരും പറഞ്ഞു തരുന്ന ടെക്നിക്കല്ല. അതുകൊണ്ട് ഒരു സൈഡ് ലെവലായ ശേഷം ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് അത് മൂടിക്കെട്ടി വെക്കുക. 10-20 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് പുതിയ നാമ്പുകൾ അവിടെ കിളിർത്ത് വരുന്നതാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ശേഷം ഈ ചെടി തണലത്താണ് സൂക്ഷിക്കേണ്ടത്. പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ ഗ്രാഫ്റ്റിംഗ് വിജയകരമാണോ ഇല്ലയോ എന്ന് അറിയുവാൻ നിങ്ങൾക്ക് തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം,
ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും വേണം. താങ്ക്